ഹായ് ഫ്രണ്ട്സ്, Q&A മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കുന്ന നിലവിൽ വൺ ടൈം പ്രൊഫൈൽ വഴി കേരള PSC വൺ ടൈം പ്രൊഫൈൽ വഴി അയക്കാൻ സാധിക്കുന്ന ഒരു ഡ്രൈവർ തസ്തികയുടെ കൂടുതൽ വിവരങ്ങളാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 424/2025 ഫോറസ്റ്റ് ഡ്രൈവർ എന്നാണ് തസ്തികയുടെ പേര്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി ജനറൽ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ എന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെക്ക് എലിജിബിലിറ്റി എന്നൊരു കോളം കാണാം. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പ്രകാരം നമുക്കിത് അയക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ഫോട്ടോ എടുത്തേക്കുന്ന ഈ പ്രൊഫൈൽ പ്രകാരം ഇനെലിജിബിൾ ആണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ താഴെ വൈ ഐ ആം ഇനെലിജിബിൾ എന്നൊരു കോളം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് ഈ പോസ്റ്റിന് വേണ്ടതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫിസിക്കൽ മെഷർമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. റിക്വയർമെൻറ്റ് ഫോർ ദിസ് പോസ്റ്റും നമ്മുടെ പ്രൊഫൈൽ പ്രകാരമുള്ളപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞേക്കുന്ന ഹൈറ്റ് 168 ഈ നിലവിൽ ഈ കാണിച്ചിരിക്കുന്ന പ്രൊഫൈൽ ആഡ് ചെയ്തേക്കുന്നത് 167 അതുകൊണ്ടാണ് ഇനെലിജിബിൾ കാണിച്ചത്. നമുക്ക് നമ്മുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അപ്ലൈ നോ എന്ന കോളം തന്നെയായിരിക്കും വരുന്നത്. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഗസറ്റ് ഡേറ്റ് വരുന്നത് 30/10/2025. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 3/12/2025. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി മലപ്പുറം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ മറ്റ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള അപേക്ഷ അയച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനയക്കുകയാണെങ്കിൽ അവർക്കൊരു എക്സ്പീരിയൻസ് ആകും. അതായത് ഒരു എക്സാമൊക്കെ എഴുതി അതുപോലെ ഇതിൻ്റെ ഒക്കെ എടുക്കുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അടുത്ത എക്സാമിന് നമ്മൾ പ്രിപ്പയർ ആകേണ്ടത് എന്നൊരു എക്സ്പീരിയൻസ് ആകും. അപ്പം വേക്കൻസി കുറവാണെങ്കിലും മറ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർക്കതൊരു എക്സ്പീരിയൻസ് ആകും. അപ്പം നിലവിൽ ഇതിന് കാണിച്ചേക്കുന്നത് ഒരു വേക്കൻസിയാണ്. അതുപോലെ വുമൺ കാൻഡിഡേറ്റ്സിനും ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 23 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് അയക്കാൻ സാധിക്കുന്നത്. 2 ഡേറ്റ് അവരെടുത്ത് പറയുന്നുണ്ട്. 2/1/1989 1/1/2002 ഇടയിൽ ജനിച്ചവർക്കാണ് അയക്കാൻ സാധിക്കുന്നത്. ഈ 2 ഡേറ്റ് ഉൾപ്പെടെയാണ് പറയുന്നത്. 2/1/1989 1/1/2002 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. SSLC അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത്. അതുപോലെ നമ്മളിത് അയക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ഹെവി ലൈസൻസ് വേണം. 3 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുള്ള ലൈസൻസാണ് വേണ്ടത്. നമ്മൾ എടുത്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടുള്ള ലൈസൻസ്. അതുപോലെ തന്നെ ഈ തസ്തികയ്ക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ അപേക്ഷിക്കുന്ന സമയം മുതൽ നമ്മുടെ ഈ എക്സാം നടക്കുന്ന സമയത്തും അതുപോലെ എല്ലാ ടൈമിലും ലൈസൻസിന് വാലിഡിറ്റി വേണമെന്ന് പ്രത്യേകം ഈ ഡോക്യുമെൻറ്റ്സിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ അത് പ്രത്യേകം തന്നെ അവർ പറയുന്നുണ്ട്. എല്ലാ സമയത്തും നമുക്ക് ലൈസൻസിൻ്റെ വാലിഡിറ്റി വേണ്ടതാണ്. അടുത്തത് ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതിന് എക്സ്പീരിയൻസ് വേണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതിനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങളാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതും പ്രകാരമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈ തസ്തികയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. അടുത്തത് നമുക്കിതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹൈറ്റ് മിനിമം പറയുന്നത് 168 സെൻറ്റിമീറ്ററാണ്. ചെസ്റ്റ് മിനിമം പറയുന്നത് 81 സെൻറ്റിമീറ്ററാണ്. പിന്നെ എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് മുതലായ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 160 സെൻറ്റിമീറ്റർ ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റ് ഫിസിക്കൽ വേണ്ട ടെസ്റ്റുകളുടെ അതായത് മറ്റ് തസ്തികയിൽ പോലീസ് അതുപോലെ ഫയർഫോഴ്സ് എന്നിവയൊക്കെ പോലെ തന്നെ ഇതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ 8 ഐറ്റത്തിൽ 5 എണ്ണമെങ്കിലും പാസ്സായെങ്കിലേ നമുക്ക് ഇതിൽ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ. മിനിമം 5 എണ്ണമെങ്കിലും നമ്മൾ പാസ്സാകേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് 100 മീറ്റർ 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.2 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെൻറ്റിമീറ്റർ, ഷോട്ട് പുട്ട് 609.6 സെൻറ്റിമീറ്റർ, ക്രിക്കറ്റ് ബോൾ ത്രോ അത് 6096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിങ് 365.8. ഈ റോപ്പ് ക്ലൈമ്പിങ് കൈ ഉപയോഗിച്ച് മാത്രം കയറുന്നതാണ്.
365.8 സെൻറ്റിമീറ്റർ. അതുപോലെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് 8 എണ്ണമെങ്കിലും മിനിമം എടുക്കണം. അതുപോലെ 1500 മീറ്റർ ഓടാൻ നമുക്ക് അനുവദിച്ചേക്കുന്ന സമയം 5 മിനിറ്റ് 44 സെക്കൻഡാണ്. അപ്പം പോലീസ്, ഫയർഫോഴ്സ് മുതലായ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയിൽ അപേക്ഷിച്ച് അവർക്ക് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ പോകുന്നതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിലവിൽ ഇതിൻ്റെ വേക്കൻസി വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മളിതിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എക്സാം എഴുതി നമ്മളിതിന് ഈ ഒക്കെ എടുക്കുന്നതും അതുപോലെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോകുന്നതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് അടുത്ത തസ്തികയ്ക്ക് പോകാൻ സാധിക്കും. അടുത്ത തസ്തികയ്ക്ക് നമുക്ക് വിളിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് പറഞ്ഞേക്കുന്ന ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. 3/12/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.